ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവരെയും ഭഗവാൻ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ, മണിവർണ്ണൻ്റെ മായിക രൂപമല്ലോ. കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ, മണിവർണ്ണൻ്റെ മായിക രൂപമല്ലോ. കാളി നീന്തി കേറി കാളിതൻ ഭണത്തിലേറി, കാളി നീന്തി കേറി കാളിതൻ ഭണത്തിലേറി, ആനന്ദ നൃത്തം ചെയ്ത അമ്പാടി പൈതലും നീ, ആനന്ദ നൃത്തം ചെയ്ത അമ്പാടി പൈതലും നീ. കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ, മണിവർണ്ണൻ്റെ മായിക രൂപമല്ലോ. കാളി നീന്തി കേറി കാളിതൻ ഭണത്തിലേറി, ആനന്ദ നൃത്തം ചെയ്ത അമ്പാടി പൈതലും നീ, ആനന്ദ നൃത്തം ചെയ്ത അമ്പാടി പൈതലും നീ. ഘോരമാരിയേറ്റ് ഗോകുലം വലഞ്ഞപ്പോൾ, ഘോരമാരിയേറ്റ് ഗോകുലം വലഞ്ഞപ്പോൾ, ഗോവർദ്ധനം കുടയായി ഗോപാലനല്ലോ ചൂടി, ഗോവർദ്ധനം കുടയായി ഗോപാലനല്ലോ ചൂടി. കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ, മണിവർണ്ണൻ്റെ മായിക രൂപമല്ലോ. പുല്ലിലും പുഴുവിലും പൂജാമുറിയിലും, പുല്ലിലും പുഴുവിലും പൂജാമുറിയിലും, കുടിലിലും മേടയിലും കുടികൊള്ളുവോ കൃഷ്ണരൂപം. പുല്ലിലും പുഴുവിലും പൂജാമുറിയിലും, കുടിലിലും മേടയിലും കുടികൊള്ളുവോ കൃഷ്ണരൂപം. അഖില വേദ പൊരുളും ആനന്ദ കാതലും, അഖില വേദ പൊരുളും ആനന്ദ കാതലും, മൂവുലകിൽ നാഥനും മുരഹര നീയല്ലോ, മൂവുലകിൽ നാഥനും മുരഹര നീയല്ലോ. കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ, മണിവർണ്ണൻ്റെ മായിക രൂപമല്ലോ. കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ, മണിവർണ്ണൻ്റെ മായിക രൂപമല്ലോ. വരദായികേ ദേവി ലളിതാംബികേ, കനിയേണം നീയെന്നും മൂകാംബികേ. വരദായികേ ദേവി ലളിതാംബികേ, കനിയേണം നീയെന്നും മൂകാംബികേ. ലോകമാതാവേ ഭുവനേശ്വരി, ചൊരിയേണം ആനന്ദം ജീവനാഥേ. ലോകമാതാവേ ഭുവനേശ്വരി, കനിയേണം നീയെന്നും മൂകാംബികേ. വരദായികേ ദേവി ലളിതാംബികേ, കനിയേണം നീയെന്നും മൂകാംബികേ. വരദായികേ ദേവി ലളിതാംബികേ, കനിയേണം നീയെന്നും മൂകാംബികേ. ലോകമാതാവേ ഭുവനേശ്വരി,
ചൊരിയേണം ആനന്ദം ജീവനാഥേ. ലോകമാതാവേ ഭുവനേശ്വരി ചൊരിയേണം ആനന്ദം ജീവനാഥേ. അമ്മേ നിൻ ശക്തിയാൽ നിറയ്ക്കണമേ, വീഴാതെ തളരാതെ നിർത്തേണമേ. അമ്മേ നിൻ ശക്തിയാൽ നിറയ്ക്കണമേ, വീഴാതെ തളരാതെ നിർത്തേണമേ. വരദായികേ ദേവി ലളിതാംബികേ, കനിയേണം നീയെന്നും മൂകാംബികേ. വരദായികേ ദേവി ലളിതാംബികേ, കനിയേണം നീയെന്നും മൂകാംബികേ. നമ്മൾ ശ്രീമഹാഭാഗവതം ഇവിടം വരെ വായിച്ചെന്ന് ഓർമ്മയുണ്ടോ മക്കൾക്ക്? അതായത് ബ്രഹ്മാവും പരമേശ്വരനും ദേവന്മാരും എല്ലാവരും കൂടെ ഭഗവാനെ കാണാൻ വൈകുണ്ഠത്തിൽ പോയി. അവിടെയൊക്കെയല്ലേ നമ്മൾ വായിച്ചത്. അങ്ങനെ ഭഗവാൻ അവിടെ യോഗനിദ്രയിൽ ഇരുന്നത് ഉണർന്നു. ഇവരുടെ പ്രാർത്ഥന കേട്ട് ഉണർന്നിട്ട് ഭഗവാൻ എന്തൊക്കെയാ പറയാന്ന് നമുക്ക് നോക്കാം, വായിക്കാം. നാഥൻ ഭക്തവത്സലൻ യോഗനിദ്രയും ഉണർന്നുടനുൾക്കനിവിയെന്നു സന്തുഷ്ടനായി കടാക്ഷിച്ചാൻ. ഭഗവാന്റെ ഉൾക്കനി ഭഗവാൻ അത്രമാത്രം കനിവായി അവരോട് സന്തുഷ്ടനായി കടാക്ഷിച്ചിട്ട് മുക്തഹാസേന മുകുന്ദേക്ഷണ മലർനിര ശ്രദ്ധതന്മാരും പ്രസാദിച്ചു നിന്നതു നേരം സൃഷ്ടാവു പിനാകിയുമായി അടുത്ത അവസ്ഥകൾ ഇഷ്ടതൻ തന്നോടുണർത്തിച്ചതു സകലവും. സർവ്വതും ഭഗവാനോട് പറഞ്ഞു. ദുർവാസാവ് ശപിച്ച കാര്യവും അതിന് എങ്ങനെയാ അതിൻ്റെ പ്രതിവിധിയും ഇതെല്ലാം അവിടെ പറഞ്ഞു. വർത്തമാനങ്ങളെല്ലാം ഉൾത്താരിൽ ജഗത്തായ ശത്രുപൻ അറിഞ്ഞിരിക്കുന്നതെന്നിരിക്കലും. എല്ലാം ഭഗവാൻ അറിഞ്ഞിരിക്കുന്നു. ഇവർ പറയാതെ തന്നെ ഭഗവാൻ എല്ലാം അറിയാം. അറിഞ്ഞിരിക്കുന്നതെന്നിരിക്കലും മുൽപ്പാടൊന്ന് അറിഞ്ഞതിൽ ഉൾപ്പൂവിലെന്നുള്ളയിടം. എന്നാലും ഭഗവാൻ അറിയാത്ത മട്ടിന് അതാണ് ഉൾപ്പൂവിൽ ഒന്നറിഞ്ഞില്ല, അത് ഉൾപ്പൂവിലെന്ന് ഉള്ളിൽ അറിയാത്തതുപോലെ കൽപ്പിച്ചു കഷ്ടം കഷ്ടം എന്നരുൾ ചെയ്തിടിനാൻ. നമ്മളായാലും അറിഞ്ഞൊരു കാര്യം മറ്റൊരാൾ പറയുമ്പോൾ അറിയാത്തതുപോലെ ഇട്ട് ഒത്തു നിന്ന് നമ്മൾ അയ്യോ കഷ്ടം ശരിയാ എന്ന് നമ്മൾ പറയത്തില്ലേ, അതുപോലെ ഭഗവാൻ ഇതെല്ലാം അറിയാത്തതെന്താ? ലോകപിതാവായ ഭഗവാന് എന്തെല്ലാം ഭഗവാനല്ലേ ഇത് മൊത്തം നടത്തുന്ന, ഈ ലോകം മൊത്തം നിയന്ത്രിക്കുന്നതും എല്ലാം. അപ്പോൾ എന്തും വരുന്നതും വരാത്തതും എല്ലാം ഭഗവാൻ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ ഇതെല്ലാം അറിയാമെങ്കിലും അവർ എല്ലാം അപേക്ഷയോടുകൂടി പറഞ്ഞപ്പോൾ അതെല്ലാം ഭഗവാൻ കേട്ടിട്ട് അയ്യോ കഷ്ടം കഷ്ടം എന്ന് ഭഗവാനും ചേർന്ന് പറഞ്ഞു അവരോടൊപ്പം തന്നെ. കാരണം വൃദ്ധരായി ജരാന്തരെയൊക്കെ കൊണ്ട് എല്ലാവരും അങ്ങനെ ആയപ്പോൾ ഭഗവാൻ അത് അങ്ങനെ അങ്ങ് പറഞ്ഞു. എങ്കിലും അങ്ങനെ ആയിപ്പോയല്ലോ, കഷ്ടം. വിശ്വേശന്മാരും തമ്മിൽ അന്യോന്യം നോക്കി ചിരിച്ചു. അതായത് വിശ്വേശന്മാർ വെച്ചാൽ ഇവർ 3 പേര് ത്രിമൂർത്തികൾ, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ. അവർ ഒന്നായതുകൊണ്ട് ഒരാൾ തന്നെ ചിരിക്കുമ്പോൾ 3 പേര് ഒന്നാണ്. അപ്പോൾ അവർ 3 പേരും തങ്ങളെ നോക്കി ചിരിക്കുക വെച്ചാൽ അതിൻ്റെ അർത്ഥം അവർ 3 ഒന്ന്. അതാണ് എന്ത് വന്നാലും ബ്രഹ്മാവിൻ്റെ അടുക്ക പോയി പറഞ്ഞിട്ട് ബ്രഹ്മാവ് ഉടനെ കൈലാസത്തിലേക്ക് പറഞ്ഞു വിടും. അവിടെ ചെല്ലുമ്പം പരമേശ്വരൻ എന്ത് ചെയ്യും? നാരായണൻ ഭഗവാൻക്കിലേക്ക് പറഞ്ഞുവിടും. എന്താ അത് കാരണം? ഭൂമിദേവി തന്നെ കരഞ്ഞു ചെന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? അതിൻ്റെ മൂല കാരണം പരമാത്മാവായ നാരായണനാണ്. അത് ഇവർ 3ഉം അതൊന്നാണ്. അപ്പോൾ 3 പേരുടെ ചേർന്നെങ്കിലേ ഒരു അഭിപ്രായം പറയത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഈ ത്രിമൂർത്തികളാണ്, അവർ ഒന്നാണ്. അതുകൊണ്ടാണ് പരമേശ്വരനും പാലാഴിയിലേക്ക് വൈകുണ്ഠത്തിലേക്ക് പോയത്. അവിടെ ഭഗവാനോട് പറയാം. അങ്ങനെ വിശ്വേശന്മാരും തമ്മിൽ അന്യോന്യം നോക്കി ചിരിച്ച് ഉൾച്ചേർന്ന് ആശ്ലേഷിച്ചള ഒന്നിച്ചു ഗുണത്രയം. ത്രയം 3 ഗുണം. 3 ഗുണം എന്താണ്? രാജസം ബ്രഹ്മാവിനും, സാത്വികം ഭഗവാൻ വിഷ്ണുവിനും, താമസം തമോ ഗുണം അതായത് ഭഗവാൻ പരമേശ്വരനും. അപ്പോൾ ഇവർ 3 ഗുണത്രയമാണ്. ഈ ത്രയം 3 ഗുണം എടുത്തെന്നുള്ളതേ ഉള്ളൂ. ഈ ആൾ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഉൾച്ചേർന്ന് ആശ്ലേഷിച്ച ആള ഒന്നിച്ചു ഗുണത്രയം തൽക്ഷണം അത് കണ്ടുണ്ടായ സംഭ്രമാൽ. അപ്പോൾ അവർ ഒന്നായി അങ്ങ് നിന്നു. ആകുമ്പോൾ അവർ സംഭ്രമിച്ചു. ദേവന്മാർ 3ആയി നിന്നില്ല, 3ഉം കൂടെ ഒന്നായി. അതാണ് ഇവിടെ പറഞ്ഞത്.
വിശ്വേശന്മാരും തമ്മിൽ അന്യോന്യം നോക്കി ചിരിച്ച് ഉൾച്ചേർന്ന് ആശ്ലേഷിച്ച് ഒന്നിച്ചു ഗുണത്രയം തൽക്ഷണം അത് കണ്ടുണ്ടായ സംഭ്രമാൽ സഹസ്രാക്ഷനും ദേവാന്വയ പങ്ക്തിയും മുനികളും വിസ്മയം ഈവണ്ണം പണ്ടു കണ്ടിട്ടില്ലെന്ന് വിസ്മൃതന്മാരായി ചമഞ്ഞിടിനാരെല്ലാവരും. എല്ലാവർക്കും അത്ഭുതമായി, വിസ്മൃതമായി. എന്താ, ഇങ്ങനെ ഒരിക്കലും കണ്ടിട്ടില്ല. പരമശിവനും ബ്രഹ്മാവും മഹാവിഷ്ണു ഒന്നായി മാറി, മൂന്നായിട്ട് നിന്നത് ഒന്നായി കഴിഞ്ഞു. അപ്പോൾ അവർ എല്ലാവർക്കും എന്താ ഇതിങ്ങനെ വിസ്മയിച്ചു പോയി. ആ ദേവന്മാരെല്ലാം വിസ്മൃതന്മാരായി ചമഞ്ഞിടിനാരെല്ലാവരും. രക്തകൃഷ്ണ ശ്വേതാഭാകാര വിസ്ഫുര ധ്രുവ, അതായത് രക്തം ചുവപ്പ് നിറം, കൃഷ്ണം കറുത്ത നിറം, ശ്വേത വെളുത്ത നിറം. ഇവർക്ക് 3 അവസ്ഥകൾക്കും ഓരോരുത്തർക്കും ഓരോ നിറങ്ങളാണ്. ത്രിവർണവും ത്രിഗുണവും, 3 ഗുണങ്ങളും 3 വർണ്ണങ്ങളും. രക്തകൃഷ്ണ ശ്വേതാഭാകാര വിസ്ഫുര ധ്രുവ വിഗ്രഹമയ വിസ്താരോ ഉച്ഛ്രിത ഗാംഭീര്യങ്ങൾ നിശ്ചയിക്കരുതാതെ കണ്ടു കുണ്ഠതയോട് നിശ്ചല ഹൃദയന്മാരായി പരവശ ഭക്രിയ ദക്ഷിണേതര പൂർവ പശ്ചിമോ ഉന്നത അച്യുത ദിഗ്ഭ്രമം കലർന്നെങ്ങും നിന്നുകൊണ്ടനേകഥ. തെളിവില്ലാത്തതുകൊണ്ട് വായിക്കാൻ പാട്. അപ്പോൾ എന്താ, അവർ 3 നിറങ്ങളും എല്ലാം ഒന്നായി മൂന്നായ ഈ ഭഗവാന്മാർ, അതായത് ഒരേ ഒരു ഭഗവാൻ തന്നെയാണ് 3 പേരെ നിന്നത്. ഇവിടെ ഇപ്പോൾ എങ്ങനെയായി? 3 വർണ്ണങ്ങൾ, രക്തകൃഷ്ണ ശ്വേതാഭാകാര, അതെല്ലാം ഒന്നായി മാറി. വിഗ്രഹ, ആ ശരീരം ഒന്നായി തീർന്നു. എന്നിട്ട് എങ്ങനെയാ? വിസ്താരം, ഭയങ്കരമായ വിസ്താരവും, ഉച്ഛ്രിതം, ഭയങ്കര ഉയരവും, ഗാംഭീര്യങ്ങളും. ഈ ഒരേ ഒരു പരമാത്മാവായ പരബ്രഹ്മ വസ്തു 3ആയി നിന്ന ത്രിമൂർത്തികൾ ഇവിടെ ഒന്നായി അങ്ങ് മാറിയപ്പോൾ അഗാധമായ വിസ്താരവും ഉച്ഛ്രിതവും ഗാംഭീര്യങ്ങളും നിശ്ചയിക്കരുതാതെ കണ്ട് കുണ്ഠതയോട്, ഇത് ഒരിക്കലും നിശ്ചയിക്കാൻ പോലും പറ്റാത്ത കണ്ട് കുണ്ഠതയോട് നിശ്ചല ഹൃദയന്മാരായ, അവരുടെ ഹൃദയം നിശ്ചലമായി പോയി കണ്ടപ്പോൾ. ഇതെന്താ ഇങ്ങനെ ഭയങ്കര വിസ്താരവും ഉയരവും അതുപോലെ തന്നെയാണ് ഗാംഭീര്യവും, 3 കൂടെ ഒന്നങ്ങായി. പരബ്രഹ്മം ആകെ ഇത് ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ ദേവേന്ദ്രന്മാർ ഇത്ര നാളും വിചാരിച്ചെന്താ, 3 രീതിയിൽ നിൽക്കും. ബ്രഹ്മാവ് ഒന്ന് വേറെ, ഭഗവാൻ നാരായണൻ ഒന്ന് വേറെ, പരമേശ്വരൻ ഒന്ന് വേറെ, അങ്ങനെ 3ആയി നിൽക്കുകയല്ലേ. ഇത് ഒന്നായി കണ്ടത് ആദ്യമായിട്ട്, ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ഹൃദയം നിശ്ചലമായി പോയിട്ട് പരവശ ഭക്രിയ ദക്ഷിണേ ഇതരം, ദക്ഷിണം തെക്ക്, ഇതരം വടക്ക്. ദക്ഷിണേ ഇതര, അതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പം തെക്ക് വടക്ക്, പൂർവ്വ പശ്ചിമ, പൂർവ്വം കിഴക്ക്, പശ്ചിമം പടിഞ്ഞാറ്. അങ്ങനെ തെക്ക് വടക്ക് പൂർവ്വ പശ്ചിമോ ഉന്നത അച്യുത ദിഗ്ഭ്രമം കലർന്നെങ്ങും. ഇവർക്ക് ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് എന്താ, ഇത് ഈ ദിക്കുകളൊക്കെ കാണുമ്പോൾ തന്നെ അവർക്ക് ഭ്രമമാകുന്നു. അത്രമാത്രം അവിടെ പ്രത്യേക രീതിയിൽ ഈ ശരീരം ഒന്നായപ്പോൾ എല്ലാം ഒരു പ്രത്യേക അനുഭൂതി, അതെന്താന്ന് മനസ്സിലാവണം. അവരെല്ലാം ഭ്രമിച്ചു, ഹൃദയമൊക്കെ നിശ്ചലമായി, അത് കണ്ടിട്ട് കുണ്ഠതയുണ്ടായി. ഇതെല്ലാം കഴിഞ്ഞിട്ട് വിഭ്രമം കലർന്നെങ്ങും നിന്നുകൊണ്ട് അനേകഥ. അപ്പം മൊത്തവും അവിടെല്ലാം നിറഞ്ഞ് അത്ര വിസ്താരമായി പോയി. കിഴക്കും തെക്കും വടക്കും പടിഞ്ഞാറൊക്കെ നോക്കുമ്പോഴെല്ലാം ഇത് ഭ്രമമായിപ്പോയി അവർക്ക്. ഭക്തി പൂണ്ടൊക്കെ സ്തുതിച്ചിടിനാരോരോ വിധം. അങ്ങനെ ഇതെല്ലാം കണ്ടപ്പോൾ അവർ അതിഭയങ്കരമായ ഭക്തിയിൽ തന്നെ അവർ സ്തുതി തുടങ്ങി. ഇക്ഷിതി ചക്രേ നമസ്കൃത്യ ചൊന്നാകും വണ്ണം, ഈ ഭൂമിയിൽ ഇക്ഷിതി ചക്രയെ നമസ്കൃത്യ ചൊന്നാകും വണ്ണം. എങ്ങനെയാ? പത്മാക്ഷ പത്മാസന പത്മബാണാരേ ഹരേ പത്മാരികലാധര പത്മയോനീശ അച്യുത പത്മസംഭവ പത്മമന്ദിര മനോഹര പത്മബാന്ധവ തനയാന്തക നമോ നമോ. വിശ്വംഭര വിശ്വസംഹാരാജിത വിശ്വവിഗ്രഹ വേദ്യ വിശ്വമംഗലാകൃതേ വിശ്വസന്താപഹര കാരണ പരാപര വിശ്വാത്മത്രിവർണ സൽഭാവേഭ്യസ്തേഭ്യോ നമഃ. എന്താ ഇങ്ങനെ തെളിയാത്തതെന്നാ? വിശ്വസന്താപഹര കാരണ പരാപര വിശ്വാത്മത്രിവർണ, 3 വർണ്ണം, ത്രിവർണ സൽഭാവേഭ്യസ്തേഭ്യോ നമ.
നിങ്ങൾ മൂവരും ഗുണഹൃദയഭാവം കലർന്നിങ്ങിഹ ജഗൽ സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുവാൻ വന്ന് തോന്നിന ഭവാന്മാരുടെ ഒരുമിച്ചു നിന്ന കാരണം ഞങ്ങൾക്കുള്ള സങ്കടമെല്ലാം തീരുവാൻ എളുതായി നിന്നിനി വേണ്ടും കാര്യം നേരെ തത്തൽ ഭാവം ചേർന്ന് അരുൾ ചെയ്യണമേ. നിങ്ങൾ മൂവരും ത്രിവർണ സൽഭാവേഭ്യസ്തേഭ്യോ നമ. നിങ്ങൾ മൂവരും, അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ഗുണത്രതയ ഭാവമാണ്. ഇവിടെ ഗുണം 3 ഗുണത്തോട് സാത്വികവും രാജസവും തമോ ഗുണവുമായിട്ട് നിൽക്കുന്ന ഭാവം കലർന്നിങ്ങിഹ. ഈ ത്രിഗുണ ഭാവം കലർന്നിങ്ങിഹ ഇവിടെ ജഗൽ സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുവാൻ. ഇവിടെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും, അത് സൃഷ്ടിയും സംരക്ഷണമാണ്, സ്ഥിതി സംഹാരമാണ് പരമശിവൻ. അങ്ങനെ ഇങ്ങിഹ ഇവിടെ ജഗൽ സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുവാൻ വന്ന് തോന്നിന ഭവാന്മാരുടൻ ഒരുമിച്ചു നിന്ന കാരണം, അങ്ങനെയുള്ള നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് നിന്ന കാരണം, ഒന്നായി വന്നതിൻ്റെ കാരണം ഞങ്ങൾക്കുള്ള സങ്കടമെല്ലാം തീരുവാൻ എളുതായി നിന്നിനി വീണ്ടും കാര്യം നേരെ തത്തൽ ഭാവം ചേർന്ന് അരുൾ ചെയ്യണമേ. പാരാതെ മുഹുരതാരുള്ളിൽ അന്ധത പൂണ്ടി പാരതിൽ ഉഴൽവതേ ഞങ്ങളാലുള്ളു നിത്യം. പാരാതെ മുഹുരതാരുള്ളിൽ അന്ധത പൂണ്ട് ഈ പാരതിൽ ഉഴൽവതേ ഞങ്ങളെ അന്ധത, ഞങ്ങൾക്ക് അറിവില്ലായ്മ അന്ധത പൂണ്ട് ഈ പാരിൽ ഈ ഭൂമിയിൽ ഞങ്ങൾ ഉഴലുന്നു, ഞങ്ങളാലുള്ളൂ നിത്യം. അവർക്ക് കാരണം ഭഗവാൻ ത്രിമൂർത്തികൾക്ക് സന്തോഷം ഒന്നായി എന്തെല്ലാം അത്ഭുതങ്ങളും കാണുന്നു. പക്ഷേ ദേവേന്ദ്രൻ എന്താ ചെയ്യുന്ന, ദേവന്മാർ ജരാനരയും ബാധിച്ച് വൃദ്ധനുമായി. അപ്പോൾ അവർക്ക് ഈ പാരിൽ ഞങ്ങൾ ഉഴലുന്നു, അന്ധത പൂണ്ടി പാരിൽ ഉഴൽവതേ ഞങ്ങളാലുള്ളു നിത്യം. മാരാരി മുരഹരാം ഭോജ സംഭവ ത്രയാകാര വിഗ്രഹ പരബ്രഹ്മ നിർമ്മല സ്വയം ഭേദവർണ്ണങ്ങളൊന്നായി നിന്ന മംഗലപ്രദ. അപ്പോൾ മാരാരി അത് പരമശിവൻ, മുരഹരൻ മഹാവിഷ്ണു, അംഭോജ ബ്രഹ്മാവ്. അപ്പോൾ മാരാരി മുരഹര അംഭോജ സംഭവത്രയാകാര വിഗ്രഹ 3 ശരീരം 1, അതായത് മാരാരിയും മുരഹരനും അംഭോജ സംഭവ ത്രയാകാര വിഗ്രഹ 3 ശരീരം ഉള്ള നിങ്ങൾ ഒന്നായി പരബ്രഹ്മ നിർമ്മല സ്വയം ഭേദവർണ്ണങ്ങൾ ഒന്നായി നിന്ന മംഗലപ്രദ. ഇവിടെ 3 വർണ്ണങ്ങൾ, അതായത് നിറങ്ങൾ, ചുമപ്പും കറുപ്പും വെള്ളയും, സാത്വിക രാജസ താമസം, ഈ 3 അവസ്ഥകളും ഈ വർണ്ണങ്ങളും എല്ലാം ഒന്നായി നിന്ന ഭേദവർണ്ണങ്ങൾ ഒന്നായി നിന്ന മംഗലപ്രദ. അതായത് 3 പേരും ഒരേ ശരീരത്തിൽ നിന്നു. അങ്ങനെ അവർ കണ്ടിട്ടില്ല ഇതിനു മുന്നേ അതിനുശേഷവും. അതുകൊണ്ട് വേദചിന്മയ സകലാത്മഭ്യ വായിക്കാൻ പറ്റുന്നില്ല. വേദചിന്മയ സകലാത്മേഭ്യസ്തേഭ്യോ നമ. ഇങ്ങനെ ദേവേന്ദ്രാദ്യന്മാരാകും ദേവന്മാരാൽ ഗ്രാഹ്യമില്ലാതുള്ളൊരു ഭഗവത് രൂപമഹോ. ഇത് ആർക്കും ഗ്രഹിക്കാൻ പറ്റാത്തവണ്ണം ആണ് ഇവിടെ ദേവന്മാർ പ്രാർത്ഥിക്കുന്നത്. ഒരിക്കലും ആരും ചിന്തിച്ചിട്ടില്ലാത്തൊരവസ്ഥ. ഇത് ഭാഗവതം ഒരുപാട് വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് മനസ്സിലാക്കിയിട്ടും ഇല്ലെന്നാണ് എൻ്റെ വിചാരം. ഒരുപാട് അറിയാവുന്നവർക്കറിയാം, പക്ഷേ എന്നെപ്പോലുള്ളവരൊന്നും മനസ്സിൽ അറിഞ്ഞുകൂടാത്തവർ എന്തെങ്കിലുമൊക്കെ വായിച്ചു പോകും. ഇവിടെ 3 പേരും ഗുണത്രയമായിരിക്കുന്ന ത്രിമൂർത്തികൾ, 3 അവസ്ഥകളും 3 വർണ്ണങ്ങളും എല്ലാം ഒന്നായി നിന്ന് കണ്ടു ഈ ദേവന്മാർ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് വേദചിന്മയ സകലാത്മേഭ്യസ്തേഭ്യോ നമ. അങ്ങനെ അവർ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ദേവേന്ദ്രാദ്യന്മാരാകും ദേവന്മാരാൽ ഗ്രാഹ്യമില്ലാതുള്ളൊരു, അവർക്കാർക്കും ഈ ദേവന്മാർക്കൊന്നും ആർക്കും, ദേവന്മാർക്കല്ല മനുഷ്യർക്ക് ആർക്കായാലും ഇത് ഗ്രഹിക്കാൻ പറ്റാത്തവണ്ണമാണ്. ഇങ്ങനെ ചിന്തിക്കാൻ പോലും അറിയത്തില്ല. ഭഗവാൻ ഇങ്ങനെ ഒന്നാകുന്നു, പിന്നെ തിരിഞ്ഞും പഴയ രൂപമാകുന്നു. അങ്ങനെ ഗ്രാഹ്യമില്ലാതുള്ളൊരു ഭഗവത് രൂപം അഹോ. വണ്ണവും ഉയരവും ആഴവും വിസ്താരവും. അപ്പോൾ ഇതിൻ്റെ വണ്ണവും അതിൻ്റെ ഉയരവും അതിൻ്റെ ആഴവും അതിൻ്റെ വിസ്താരവും നിർണയിക്കരുതാതൊരു ഏക തേജസ സ്വയം. ഇത് നിർണയിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം കൂടെ ഒന്നായി ഏക, അതായത് നിർണയിക്കരുതാതൊരു ഏകം തേജസ, ഒന്നായി തേജസ്സോടുകൂടി നിൽക്കുന്ന സ്വയം, ഒന്ന് സ്വയം
സംഭ്രമിച്ചെങ്ങും നിന്നു കണ്ണുടൻ നമസ്കരിച്ച് അമ്പരന്നോരോ വിധം വാഴ്ത്തി നിന്നിടുന്നേരം. അങ്ങനെ ദേവന്മാരെല്ലാം ഇത് സംഭ്രമിച്ചു. ഇത് എന്താ ഇങ്ങനെ ഒന്നായി കണ്ടത്? ഈ ഭേദങ്ങളും വർണ്ണങ്ങളും എല്ലാം ഇവിടെ ഒന്നായി കാണുന്നു. ഒരേ ഒരു രൂപം. അവിടെ ബ്രഹ്മാവെന്നും പ്രത്യേകമില്ല, വിഷ്ണുവെന്നും പ്രത്യേകമല്ല, പരമശിവൻ പ്രത്യേകമല്ല. മൂന്നും കൂടെ ഒന്നായി വിസ്താരവും ഉയരവും ആഴവും ഗാംഭീര്യവും എല്ലാം അതിഭയങ്കരം. അതുകൊണ്ട് സംഭ്രമിച്ചു പോയി. എങ്ങും നിന്നു കണ്ണുടൻ നമസ്കരിച്ച് അമ്പരന്ന് ഓരോ വിധം വാഴ്ത്തി നിന്നിടുന്നേരം ഇങ്ങനെ അമ്പരന്ന് പോയി. ഹൃദയമൊക്കെ നിശ്ചലമായി, കുണ്ഠതയായി, എന്താ ഇതെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥ, എന്തിങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ചിന്തിച്ച് അവർ അമ്പരന്ന് ഓരോ വിധം ഓരോ രീതിയിൽ അവർ വാഴ്ത്തി പുകഴ്ത്തി ഭഗവാനെ നിന്നിടുന്നേരം. കണ്ടിതു ഹരി വിരിഞ്ച അന്തകാന്തകന്മാരെ കണ്ടിരിക്കവേ വേറായത് അനുക്ഷണാൽ. അങ്ങനെ ഒരു വാഴ്ത്തി സ്തുതിച്ച് നിന്നപ്പോൾ കണ്ടിതു എന്താ? ഹരി വിരിഞ്ച അന്തകാന്തകൻ. അത് ഹരി മഹാവിഷ്ണുവും ബ്രഹ്മാവും, അന്തകാന്തകനാരാ പരമേശ്വരൻ, അന്തകൻ കാലകാലൻ ശിവൻ. ഇവർ മൂന്നുപേരും കണ്ടങ്ങോട്ട് ഇരിക്കവേ തന്നെ വേറായത് അനുക്ഷണാൽ പെട്ടെന്ന് തന്നെ അവർ മൂന്നായി തന്നെ അങ്ങ് പിരിഞ്ഞു. നിന്ന നിൽപ്പിൽ തന്നെ മറ്റ് ദേവന്മാർ വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, എല്ലാം ചെയ്യുന്നു, പരിഭ്രമിക്കുന്നു, അമ്പരക്കുന്നു. അതിനിടയ്ക്കൂടെ ഒരു മൂന്ന് പേര് മൂന്നായങ്ങ് മാറി ക്ഷണനേരം കൊണ്ട്. സന്തോഷിച്ചത് പൊഴുതൻപോട് മൂർത്തിത്രയ അന്തികെ നമസ്കരിച്ചിടിനാർ ഇന്ദ്രാദികൾ. അപ്പോൾ അവർ സന്തോഷിച്ച അത് പൊഴുതൻപോട് മൂർത്തിത്രയം, മൂന്ന് പേരും, ത്രയം വെച്ചാൽ മൂന്നാണ്, മൂർത്തികൾ മൂന്ന് പേരും അന്തികെ, ആ മൂന്ന് പേരുടെയും അടുത്ത് അന്തികയെ ചെന്ന് നമസ്കരിച്ചിരുന്നാൽ ആരാ? ഇന്ദ്രാദികൾ, ദേവന്മാരും ഇന്ദ്രനും. അങ്ങനെ ഒന്നായി കണ്ടിട്ട് പെട്ടെന്ന് തന്നെ അവർ വീണ്ടും മൂന്നായി മാറി. അപ്പോൾ അവരടുത്ത് ചെന്ന് അതിനുമുമ്പ് അടുത്ത് ചെല്ലാൻ അങ്ങനെ ഒക്കൂ? കണ്ടിട്ട് നിശ്ചല ഹൃദയന്മാരായിപ്പോയി, അമ്പരന്ന് പോയി, വിഭ്രമമായിപ്പോയി. എന്താ അത്രമാത്രം വിസ്താരവും ഉയരവും അഗാധമായ ആഴവും എല്ലാം കൂടെ നോക്കുമ്പോൾ അവർ ഭയന്ന് പോയിട്ട് അമ്പരന്ന് പോയി. ഇപ്പം പെട്ടെന്ന് തന്നെ അവർ മൂന്നായി തന്നെ പിരിഞ്ഞു. മൂർത്തിത്രയം അന്തികെ നമസ്കരിച്ചിടിനാരിന്ദ്രാദികൾ സംഭാവിച്ചത് പൊഴുതന്യോന്യം ത്രിമൂർത്തികൾ. അങ്ങനെ ഈ മൂന്ന് പേരും സംഭാഷണം ചെയ്ത് സംഭാവിച്ചെന്താ പറയുന്നത്? അവർ ജംഭാരി തന്നോട് അരുൾ ചെയ്തതു നാരായണൻ. അപ്പോൾ വേറെ ആയപ്പോൾ നാരായണൻ വേറെയായി. അപ്പം നാരായണനാണ് പറയുന്നത്. എന്താ പറയുന്നത്? എന്തടോ ജരാനര തീരുവാൻ തുലോം എളുത് അന്തർമോദേന യൂയം പീയൂഷം നുകർന്നാകിൽ. എന്താ നിങ്ങൾ എന്തടോ ദേവേന്ദ്ര, ജരാനര തീരുവാൻ, നിങ്ങളുടെ വാർദ്ധക്യം മാറാൻ, തുലോം എളുത്, എന്താ എളുത്? അന്തർമോദന യൂയം, നിങ്ങൾ പീയൂഷം യൂയം നിങ്ങളുടെ ഉള്ളിൽ അന്തർമോദന, നിങ്ങൾ പീയൂഷം അതായത് അമൃത് നുകർന്നാകിൽ അതിന് പാലാഴിയെ മതിപ്പാൻ ഇവിടെ നിന്നതുന വേണ്ടും ഉപകരണങ്ങളെ എല്ലാം പരിചോട് ഉപകരിച്ചിടുവാൻ ശ്രമിക്കണം. നിങ്ങൾ അതിന് വേണ്ടുന്ന ശ്രമം നോക്കണം. നിങ്ങൾക്കുള്ള ജരാനര മാറണ്ടേ, അമൃത് വേണ്ടേ? നിങ്ങൾ യൂയം അത് പീയൂഷം, അതായത് അമൃതനെയാണ് പീയൂഷം. അത് നുകരാൻ, അത് കഴിക്കണമെങ്കിൽ അതിന് പാലാഴിയെ മതിക്കണമല്ലോ, പാലാഴി കടയണമല്ലോ. അവിടെ പാലാഴിയെ മതിപ്പാൻ ഇവിടെ നിന്നധുന വേണ്ടും ഉപകരണങ്ങളെ എല്ലാം പരിചോട് ഉപകരിച്ചിടുവാൻ ശ്രമിക്കണം. എന്താണ് ഉപകരണങ്ങൾ അതിന് വേണ്ടത്? പിന്നെ കയറ് വേണം, മത്ത് വേണം കടയാൻ. അതിന് പരരാം എന്നിട്ട് ആളുകളും വേണം, ഇഷ്ടംപോലെ ആളുകൾ വേണം. അത്രയും വലിയ പാലാഴി കടണെങ്കിൽ ഒരാളോ രണ്ടുപേരോ പറ്റത്തില്ല. അതിന് പരരാം അസുരരെ നിരത്തിച്ചമയ്ക്കണം. ശത്രുക്കളാണ് ഈ പരരായ അസുരൻ. പരരൻ എന്ന് പറയുന്നത് എന്താ? ദേവന്മാരെല്ലാം ഒന്ന്, പിന്നെ അന്യവരായിട്ട് നിൽക്കുന്ന ആരാ? അസുരന്മാർ. അതാണ് പരര് എന്ന് പറയുന്നത്. പരർ എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിലുള്ളവരല്ല, അന്യര്. അവരെ കൂടെ നമുക്ക് നിരത്തണം, ശത്രുത്വം മാറ്റണം. ഇതിന് ഈ ആളുകൾ വേണം, നല്ല ശക്തിമാന്മാർ വേണം ഇത് കടയാൻ. അതിന് പരരാം അസുരരെ നിരത്തിച്ചമയ്ക്കണം. വിരോധമായിട്ടിരിക്കാൻ പാടില്ല, നിരത്തുക, അതായത് ഒന്നായി തീരുക, ശത്രുത്വം മാറ്റുക.
മന്ദരഗിരീന്ദ്രനെ വാസുകി തന്നെ കൊണ്ട് മന്ദമെന്നിയെ ബന്ധിച്ചോഷധീർ ദുഗ്ധാംബുധി തന്നിലിട്ടുടൻ ഉപരഞ്ചിച്ച് ദേവാ അസുരവൃന്ദങ്ങൾ അഹീന്ദ്രവാൽ തലകൾ കൈക്കൊണ്ടുടൻ. അഹീന്ന് വെച്ചാൽ സർപ്പം, പാമ്പ്. തെളിയാത്തതുകൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എങ്ങനെ വായിക്കും മക്കളെ? ഒട്ടും ഫോണിനൊക്കെ അങ്ങ് പഴവിപ്പോയി. എന്നും ഇതല്ലേ ജോലി. ഫോണിനകത്ത് ഒന്നും ഇല്ലേ എന്തോ, ഒന്നും തെളിയുന്നില്ല. ചിലപ്പോഴങ്ങ് തെളിയും, ചിലപ്പം തെളിയത്തില്ല. എനിക്ക് വായിക്കാനേ പറ്റുന്നില്ല. ഒന്നാമത് കാഴ്ച കുറവാണ്. ഇപ്പം തെളിയും. ഞാൻ 2 കൊട്ടുകൊട്ടി. അപ്പോൾ എന്താ അവിടെ പറഞ്ഞേക്കുന്നേ? പരരാം അസുരരെ നിരത്തി ചമയ്ക്കണം. മന്ദരഗിരീന്ദ്രനെ വാസുകി തന്നെ കൊണ്ട് മന്ദമെന്നിയെ ബന്ധിച്ച് ഓഷധീർ ദുഗ്ധാംബുധി തന്നിലിട്ട് ഉടൻ ഉപരഞ്ചിച്ച്, അത് കടയണം. അതിന് എന്താ? ശത്രുക്കളെയൊക്കെ നിരത്തി മന്ദരഗിരി പർവ്വതത്തെ വാസുകി കയറാക്കി. വാസുകി പാമ്പാണ്. വാസുകി കയറാക്കി മന്ദരഗിരിയെ പർവ്വത്തെ മത്തിന് ചുറ്റിയിട്ട് അങ്ങോട്ട് വലിച്ച് കറക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് കയറിന് പകരം വാസുകി. മന്ദമെന്നിയെ ബന്ധിച്ചോഷധീർ ദുഗ്ധാംബുധി, അത് പാൽക്കടൽ, അത് സാഗരം, ക്ഷീരസാഗരം. ക്ഷീരം പാലാണല്ലോ, പാൽക്കടൽ അല്ലെങ്കിൽ ക്ഷീരസാഗരം. തന്നിലിട്ട് ഉടൻ ഉപരഞ്ചിച്ച് മത്തുകൊണ്ട് കലക്കുന്നത് പോലെ ഇങ്ങനെ എന്തോ പറയുന്നതിന് കടയണം. എന്നിട്ട് ദേവാസുര വൃന്ദങ്ങൾ അഹീന്ദ്ര വാൽ തലകൾ കൈക്കൊണ്ടുടൻ. ദേവന്മാരും അസുരന്മാരും, ദേവ അസുര, അവരെ വൃന്ദങ്ങൾ വെച്ചാൽ കൂട്ടങ്ങൾ. ദേവന്മാരൊരു കൂട്ടം, ഒത്തിരി ആളുകൾ വേണം. അസുരന്മാരും ഒരു കൂട്ടം, ഒത്തിരി പേര്. അതിനാണ് വൃന്ദം കൂട്ടം എന്നാണ്. അപ്പം അങ്ങനെ സർപ്പത്തിൻ്റെ വാലറ്റത്ത് കുറേ പേര് തങ്ങളിൽ പിണങ്ങാതിരിക്കാൻ ദേവന്മാരൊരറ്റം അസുരന്മാരൊരറ്റം, തലയും വാലും പ്രത്യേകം മാറ്റി. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ദേവനും അസുരനും കൂടെ ചേർന്ന് നിൽക്കത്തില്ല. കാരണം ഓരോ ഭാഗത്തും ഇരു കൂട്ടരും ഒറ്റയ്ക്ക് നിൽക്കണം. ശത്രുക്കളല്ലേ ഒന്നാമത്, ഉള്ളിൽ ശത്രുക്കളാണല്ലോ. അവരെ നിരത്തി ചമയ്ക്കണം, എന്നാലേ അവർ വരത്തുള്ളൂ. അങ്ങനെ വാലറ്റത്ത് ദേവന്മാരാണെങ്കിൽ തലയേറ്റത് അസുരന്മാർ. ഇങ്ങനെ വേണം ചെയ്യാൻ. അത് ദേവ അസുരവൃന്ദങ്ങൾ അഹീന്ദ്ര വാൽ തലകൾ കൈക്കൊണ്ടുടൻ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കാൻ ഓരോറ്റത്ത് നിൽക്കണം. സംഭ്രമം ഒഴിഞ്ഞ് അൻപോടെ മതിക്കുമ്പോൾ, സംഭ്രമം പാടില്ല. നല്ല ഏകാഗ്രമായിട്ട് ഭ്രമമൊന്നുമില്ലാതെ അതിനെ വേണമെന്ന് പറഞ്ഞ് ചെയ്യണം. അത് നമുക്ക് തന്നെ അറിയാം. നമുക്ക് ഏകാഗ്രതയോടുകൂടി മനസ്സിനെ പരമാത്മാവിൽ നിർത്തി ധ്യാനിക്കുമ്പോൾ നമുക്കും കിട്ടും അമൃത്. ഇവിടെ പാലാഴി കടഞ്ഞ് അമൃത് കിട്ടണമെങ്കിൽ സംഭ്രമിക്കാതെ ഏകാഗ്രതയോടുകൂടി ചലനമില്ല, യഥാർത്ഥത്തിൽ അത് തന്നെ ലക്ഷ്യം പിടിച്ച് ചെയ്തോണം. അവിടെ സംഭ്രമം ഒഴിഞ്ഞ് ഇല്ലാതെ അൻപോടെ മതിക്കുമ്പോൾ സംഭവിച്ചിടം സുധ എന്നതിന് ഇനി ഇപ്പോൾ. അപ്പോഴാണ് സുധ. അങ്ങനെ വരുമ്പോഴാണ് സുധ. എവിടെയും അമൃതിന് ഇച്ചിരി പാടാ. അപ്പോൾ സംഭ്രമമില്ലാതെ വേണം അത് ഇങ്ങനെ കടയാൻ. നമുക്കും ഇതൊരു പാഠമാണ്. നമുക്കും ഭ്രമമില്ലാതെ പരമാത്മാവിൽ ലയിച്ച് ഈശ്വരനെ ധ്യാനിക്കുമ്പോൾ, മനസ്സിനെയൊക്കെ ഏകാഗ്രമാക്കുമ്പോൾ നമുക്കും അമൃത് കിട്ടും. അതും ഇതും ഏതാണ്ടൊക്കെ ഒരുപോലെ തന്നെയാണ്. നമുക്ക് ഇനി അടുത്ത ദിവസം ചൊല്ലാം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.